സവർക്കർ ക്യൂസ് വിവാദത്തിൽ അധ്യാപകന്റെ സസ്പെൻഷന് സ്റ്റേയില്ല. നടപടിയുടെ സാഹചര്യം സർക്കാർ വിശദീകരിക്കണമെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. അന്വേഷണം നടത്തി അച്ചടക്ക നടപടി എടുക്കാമെന്നുകൂടി ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അഡ്വക്കേറ്റ് രാജേഷാണ് ഈ വിഷയത്തിൽ വിവരങ്ങൾ നൽകുക. രാജേഷ്, അധ്യാപകനെ സസ്പെൻഡ് ചെയ്ത നടപടി ചോദ്യം ചെയ്തുകൊണ്ടാണ് അധ്യാപകൻ ഹൈക്കോടതിയിലെത്തിയത്. പക്ഷേ ആ സ്റ്റേ ചെയ്യാതെ ഹൈക്കോടതി നിലപാട് വ്യക്തമാക്കുകയായിരുന്നല്ലോ. വിവരങ്ങൾ. ഇത്തരത്തിലൊരു ചോദ്യം ഉത്തരം അത് കടന്നുകൂടിയതിൽ മനഃപൂർവ്വമായ ഒരു വീഴ്ചയാണെന്ന് കണ്ടെത്തി തന്നെയാണ് സർക്കാരിന്റെ നിക്ഷിപ്തമായ അധികാരം ഉപയോഗിച്ച് അധ്യാപകരെ സസ്പെൻഡ് ചെയ്തത്. ഈ സസ്പെൻഷൻ അത് തടയണമെന്ന് ആ ഉത്തരവ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് അധ്യാപകർ ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഇടപെടാൻ തയ്യാറായില്ല. ഇക്കാര്യത്തിൽ വിശദമായ റിപ്പോർട്ടാണ് ഹൈക്കോടതി ചെയ്തത്. സർക്കാർ ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ സസ്പെൻഡ് ചെയ്തതെന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രമേ കോടതിക്ക് ഇടപെടാൻ താല്പര്യമുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൽ സ്റ്റേ ചെയ്യാതെ തന്നെ സർക്കാരിന്റെ വിശദീകരണം തരുമായിരുന്നു ഹൈക്കോടതി ചെയ്തത്. ശരി രാജേഷ്, ഒരു കാര്യം കൂടി, ഈ പള്ളിത്തർക്കത്തിൽ സർക്കാരിന്റെ സമവായ ശ്രമം കൂടി ഹൈക്കോടതി അംഗീകരിച്ചിരിക്കുകയാണല്ലോ. ഓർത്തഡോക്സ് പള്ളികളിലുള്ള പോലീസ് സംരക്ഷണം തുടരാനാകില്ല എന്നുകൂടി ഹൈക്കോടതി വ്യക്തമാക്കിയല്ലോ ഇന്ന്. തീർച്ചയായും അഖില, ഹൈക്കോടതി ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായി പറയുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സർക്കാരിന്റെ സമവായ ശ്രമം അല്ലെങ്കിൽ മധ്യസ്ഥശ്രമം ഹൈക്കോടതി അംഗീകരിക്കുന്നു. അങ്ങനെ മധ്യസ്ഥതയിൽ ഈ പ്രശ്നം തീരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഹൈക്കോടതി പറഞ്ഞു. അതേസമയം തന്നെ ഓർത്തഡോക്സ് പള്ളികൾക്ക് പള്ളി പിടിച്ചെടുക്കാനൊക്കെയുള്ള പോലീസ് സംരക്ഷണം അത് ഇനി നൽകാനാവില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. പോലീസ് സംരക്ഷണം ഹൈക്കോടതി പിൻവലിച്ചു. പള്ളികൾ പിടിച്ചെടുക്കുക ആ രീതിയിലല്ല ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ സിവിൽ കോടതിയെ സമീപിച്ച് സിവിൽ കോടതി മുഖാന്തരം പരിഹാരം തേടാനാണ് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇനി ഒരിക്കലും ഈ പള്ളി തർക്കത്തിൽ പോലീസ് ഇടപെടുന്ന സാധ്യത ഇല്ല. അതേസമയം തന്നെ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടായാൽ സർക്കാരിന് പോലീസിനെ ഉപയോഗിക്കാം. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള സംഭവം ഉണ്ടായാൽ സർക്കാരിന് അത് ഉപയോഗിക്കാം. ഈ കാര്യങ്ങളാണ് ഹൈക്കോടതി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്. സർക്കാരിന്റെ മധ്യസ്ഥം ഹൈക്കോടതി പൂർണ്ണമായി അംഗീകരിക്കുന്നു. എന്നാൽ സർക്കാർ നിഷ്പക്ഷമായിരിക്കണം എന്ന് കൂടി കോടതി പറഞ്ഞു വെച്ചിട്ടുണ്ട്. സർക്കാർ ഒരിക്കലും ഏതെങ്കിലും ഒരു പക്ഷം ചേരുന്നത് മതകാര്യത്തിൽ ഇടപെടരുത്. ചർച്ച നടക്കുന്ന കാര്യത്തിൽ നിഷ്പക്ഷമായ ഒരു തീരുമാനം സർക്കാരിന് ഹൈക്കോടതി പറഞ്ഞു. ശരി, അഡ്വക്കേറ്റ് രാജേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. പള്ളിത്തർക്കവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ സമവായ ശ്രമങ്ങളെ ഹൈക്കോടതി അംഗീകരിച്ചു. ഇതോടൊപ്പം തന്നെ സവർക്കർ വിവാദ ക്യൂസ് ആ ചോദ്യവുമായി ബന്ധപ്പെട്ട് അധ്യാപകന്റെ സസ്പെൻഷനെ സ്റ്റേ ചെയ്യാതെയാണ് ഹൈക്കോടതി ഇന്ന് നിലപാടെടുത്തത്.